ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുപ്രധാന ആഗോള വിഷയങ്ങൾ G7 നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ച് ഇന്ത്യൻ എംബസി. വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി G7 നേതാക്കൾ. നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശമാക്കാനൊരുങ്ങി മുന്നണികൾ. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. തീരദേശ കർണാടകയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വാർത്തകൾ വിശദമായി. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സൈപ്രസ് പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ കാനഡയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. സുപ്രധാനമായ ആഗോള വിഷയങ്ങൾ G7 നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗ്ലോബൽ സൌത്തിന്റെ പ്രാധാന്യം ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായ 6ാം തവണയാണ് G7 ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കുന്നത്. ആഗോളതലത്തിലെ സാമ്പത്തിക ഭൌമ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉച്ചകോടി ചർച്ച ചെയ്യുക. US, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും കൂട്ടായ്മയാണ് G7. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി G7 നേതാക്കൾ. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ സംഘർഷങ്ങളിൽ സാധാരണക്കാർ ഇരയാകാതെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കരുതെന്ന ദീർഘകാല നിലപാടുകളും G7 രാജ്യങ്ങൾ ആവർത്തിച്ചു. സംഘർഷങ്ങൾ അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളെ ബാധിക്കാതിരിക്കാൻ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസി നഗരത്തിൽ നിന്നും ഒഴിപ്പിച്ചു. മറ്റ് ഇന്ത്യൻ പൌരന്മാർക്കും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർക്ക് ഇറാൻ അർമേനിയ അതിർത്തിയിലൂടെ പുറത്തുകടക്കാനും എംബസി സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി. അടിയന്തര സാഹചര്യങ്ങൾക്ക് 1800118797 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ +999968291988 എന്ന വാട്സ്ആപ്പ് നമ്പറും സിറ്റുവേഷൻ room@mea.gov.in എന്ന ഇമെയിൽ വിലാസവും സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസിയുടെ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളായ +989128109115 +9891281090 എന്നിവയിലും ബന്ധപ്പെടാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം 5ാം ദിവസവും അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രായേൽ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തി. തത്സമയ വാർത്താ അവതരണത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളായ ടെൽ അവീവിലും ഹൈഫയിലും കനത്ത നാശനഷ്ടമുണ്ടാക്കി. നിരവധി വീടുകൾ തകർക്കപ്പെടുകയും സാധാരണ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളാൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വിസമ്മതിച്ചു. എന്നാൽ ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിയോജിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ടെഹ്റാനിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. 1 കോടിയോളം ജനങ്ങളാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ താമസിക്കുന്നത്. ഇറാന് ആണവായുധം കൈവശം വയ്ക്കാൻ സാധിക്കില്ലെന്നും നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്നും ട്രംപ് വ്യക്തമാക്കി. സംഘർഷ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് G7 സന്ദർശനം വെട്ടിച്ചുരുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ട്രംപിനോട് ആവശ്യപ്പെടാൻ ഖത്തർ, സൌദി, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ സഹായം ഇറാൻ തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. പ്രധാനമായും നിലമ്പൂരിലും എടക്കരയിലുമാണ് ഇന്ന് വൈകുന്നേരം കൊട്ടിക്കലാശം. LDFന്റെ M സ്വരാജ്, UDFന്റെ ആര്യടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ശക്തി തെളിയിക്കാനുള്ള പ്രകടനമാക്കാനാണ് LDF, UDF, NDA മുന്നണികളുടെ തീരുമാനം. ചെറിയ തോതിൽ മഴയുണ്ടെങ്കിലും അണികളുടെ ആവേശത്തെ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ചെറുതും വലുതുമായ റോഡ് ഷോകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നിലമ്പൂരിലും എടക്കരയിലുമായിരിക്കും ഇന്ന് വൈകിട്ട് കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുക. 3 ആഴ്ചക്കാലത്തെ പ്രചാരണത്തിലൂടെ ജനമനസ്സുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച 125 പേരെ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞതായി ഗുജറാത്ത് സർക്കാർ. 83 മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കൾക്ക് കൈമാറി. വിമാനത്തിന്റെ പൈലറ്റായിരുന്ന സുമിത് സഭർവാളിന്റെ മൃതദേഹം ഇന്ന് മുംബൈയിലെ വസതിയിലെത്തിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2000 ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പിന്നാക്ക ആദിവാസി മേഖലകളിലായിരിക്കും പരിശീലന സ്കൂളുകൾ തുറക്കുന്നതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ഇത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്ത് നിലവിൽ ഏകദേശം 22 ലക്ഷം ഡ്രൈവർമാരുടെ കുറവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. മരുഭൂവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കുന്നതിനായുള്ള ലോകദിനത്തോടനുബന്ധിച്ച് ജോധ്പൂരിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാലയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 2024 में प्रधानमंत्री जी ने जो एक पेड़ मां के नाम अभियान को शुरू किया, इस बार हमने इसको एक नया रूप देने का काम किया. डेजर्टिफिकेशन को रोकने का, ड्रॉट का, ग्रीन वॉल बनाने का ये अभियान हम अरावली के ग्रीन वॉल से शुरू करना चाहते हैं. वहां पर हम एक पेड़ मां के नाम के साथ मातृवन लगाएं. सब जने जाकर अपना एक पेड़ लगाएं और 150 लोग जिम्मेदारी लें तो मातृवन बनेगा. मातृवन होगा और एक पेड़ आपके मां के नाम पे भी वहां पे होगा. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 21 രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചുവപ്പുകോട്ട, കർത്തവ്യപഥ് തുടങ്ങി ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ യോഗ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി നൽകി. വെള്ളരിക്കുണ്ട് താലൂക്കിലെ കോട്ടമലയിൽ ഉരുൾപൊട്ടി. ജില്ലയിലെ വിവിധ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കർണാടക, കൊങ്കൺ, ഗോവ മേഖലയിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടകയിലെ കനത്ത മഴയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. വീടുകൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായതിനു പുറമെ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും വൈദ്യുതി തകരാറും സംഭവിച്ചിട്ടുണ്ട്. ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ, ഉടുപ്പി, കുടക് മേഖലയിൽ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ബീഹാറിലെ 8 ജില്ലകളിലായി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇടിമിന്നലേറ്റ് 14 പേർ മരിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ബീഹാറിലെത്താൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അഭ്യർത്ഥിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ക്രൊയേഷ്യ സന്ദർശിക്കും. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹം. ഇന്ത്യ ക്രൊയേഷ്യ ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഹരിയാനയിലെ മനേസറിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. 45 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാർഗോ ടെർമിനലിന് 4,50,000 വാഹനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുപ്രധാന ആഗോള വിഷയങ്ങൾ G7 നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ച് ഇന്ത്യൻ എംബസി. വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള ആഹ്വാനവുമായി G7 നേതാക്കൾ. നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശമാക്കാനൊരുങ്ങി മുന്നണികൾ. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. തീരദേശ കർണാടകയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.